ഷാബു പ്രസാദ്, ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ പരിഗണിക്കണമല്ലോ. ഒന്ന്, ഇറാൻ NPT-യിൽ നിന്ന് പിന്മാറുക, ഒപ്പം അറബ് ലോകത്ത് ഒരു ഐക്യം ഉണ്ടാവുക എന്ന കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം പറഞ്ഞിരിക്കുന്നത് തന്നെ ഇസ്രായേലിനോട് ഞങ്ങൾക്കുള്ള പ്രശ്നം ജൂതരോടുള്ള പ്രശ്നമല്ല, മറിച്ച് ഇസ്ലാമിന്റെ ഒരു ഹോളി സിറ്റിയായ തേർഡ് ഹോളിയസ്റ്റ് പ്ലേസ് ആണ് ജെറൂസലേം. അപ്പോൾ അതിനു മുകളിൽ സിയോണിസ്റ്റ് അധിനിവേശം ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ പലസ്തീൻ കോസിനെ പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇറാനാണ്. അപ്പോൾ അവിടെ ആ തരത്തിലൊരു ഗ്രൂപ്പിംഗ് ഉണ്ടാവുക, യഥാർത്ഥത്തിൽ അമേരിക്കയോ ഇസ്രായേലോ ലക്ഷ്യം വെക്കുന്നതിന് നേർവിപരീതമായ കാര്യങ്ങളും ഇതിലുണ്ടാകാമല്ലോ. ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതൊരു ന്യായമാണെന്ന് തോന്നാം. കാര്യം ഇസ്രായേൽ ഒരു അപ്രഖ്യാപിത ആണവശക്തിയാണ്. അവർക്ക് 60കളുടെ അവസാനം മുതൽ 70കൾ മുതൽ തന്നെ അവർക്ക് ആണവായുധമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇറാനും ആ അവകാശമില്ലേ എന്നുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ അത് ന്യായമായൊരു ചോദ്യം തന്നെയാണെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വിഷയമുണ്ട്. ഈ ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നെന്താണ്? ഈ ഇസ്രയേലിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല വേറെ ആരെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്നോ തുടച്ചു നീക്കുമെന്നോ. ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളെയും പോലെ ഒരു സമൂഹമായും ഒരു രാഷ്ട്രമായും ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിക്ക് ആവശ്യമില്ല എന്ന നിലപാടെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെയുള്ള തങ്ങളുടെ ഒരു ശത്രു രാജ്യത്തിൻ്റെ കയ്യിൽ ഒരു അണുബോംബ് വന്നാൽ അത് ആദ്യം വന്ന് വീഴുക ഇവരുടെ തലയ്ക്ക് മേളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിൽ ഒരു സംശയവുമില്ല. കാരണം ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്, വളരെ ചെറിയ രാജ്യം. 1-2 അണുബോംബ് കൊണ്ട് തീരാനുള്ള രാജ്യമേ ഉള്ളൂ അത്. എന്നാൽ ഇറാൻ വളരെ വലിയൊരു രാജ്യമാണ്. ഈ ഇറാൻ എന്ന ഒരു വലിയ ഭരണിയാണെങ്കിൽ അതിൻ്റെ അകത്ത് 80 ഇസ്രായേലിനെ ഇട്ടുവെക്കാം. 80 ഇരട്ടി വലിപ്പമുണ്ട്. അങ്ങനെ ഇത് തന്നെ പണ്ട് അവർ ഇറാഖിൻ്റെ അടുത്തും പ്രയോഗിച്ചിട്ടുണ്ട്. ഇറാഖിൻ്റെ കയ്യിൽ ആറ്റം ബോംബ് വന്നു കഴിഞ്ഞാൽ ആദ്യം വീഴുന്നത് ഇവരുടെ തലയിലായിരിക്കും എന്നറിയാം. പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ ഒരു റെസ്പോൺസിബിൾ ജനാധിപത്യമാണത്. നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒന്ന് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു സമ്പൂർണ്ണ പാർലമെൻ്ററി ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ ആ റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടുണ്ട്. എത്രയോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, യോം കിപ്പൂർ യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്, എത്ര ഉണ്ടല്ലോ. അവരവരുടെ ആണവായുധത്തിൽ തൊട്ടിട്ടില്ല. അവിടെ ആ ഡിറ്ററൻസിന് വേണ്ടി. എന്നാൽ അങ്ങനെ ആയിരിക്കില്ല ഇറാൻ്റെ കയ്യിലോ ഇവരുടെ കയ്യിലോ ആണവായുധം ഉണ്ടായാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞു, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു ഇവരുടെ എൻറിച്ച്ഡ് യുറേനിയം, ആ യുറേനിയം കംപ്ലീറ്റ് അവർ മാറ്റി. അപ്പോൾ ഈ ആക്രമണത്തിന് എന്ത് കാര്യമാണുള്ളത്? ഒരു പ്രയോജനമില്ലല്ലോ. എൻറിച്ച്ഡ് യുറേനിയം ഉള്ളത് കൊണ്ട് മാത്രം ഒരു അണുബോംബ് ഉണ്ടാവില്ല അഭിലാഷ്. അതിന് വളരെ വലിയ ഫെസിലിറ്റികൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, ടെക്നീഷ്യൻസ് വേണം, എക്സ്പെർട്ടീസ് വേണം, ഇതെല്ലാം വേണം. അല്ലാതെ ഒരാളുടെ ഇപ്പോൾ അഭിലാഷിൻ്റെ കയ്യിലോ എൻ്റെ കയ്യിലോ കുറച്ച് എൻറിച്ച്ഡ് യുറേനിയം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം ഇവിടെ അവർ ഇസ്രായേൽ ചെയ്തത് എന്താണ്? അവരുടെ ടോപ്പ് ബ്രെയിൻസ്, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെയുള്ള ഏറ്റവും ക്രീമി ആയിട്ടുള്ള ആൾക്കാരെ മുഴുവനും അവരില്ലാതാക്കി. ഏതാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കി. ഇതെല്ലാമാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഈ എൻറിച്ച്ഡ് യുറേനിയം കുറച്ച് കയ്യിലിരുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ഇനി മറ്റൊന്ന്, ഈ ഇറാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം നിക്ഷേപങ്ങളുള്ള ഒരു രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തിന് വൈദ്യുതി ഉണ്ടാക്കാൻ ഈ ന്യൂക്ലിയർ എനർജിയുടെ ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അവിടെ സിവിലിയൻ ന്യൂക്ലിയർ മിഷൻ എന്ന് പറയുന്നൊരു സംഭവം അവിടെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ ആണവായുധം എന്ന ഒരു ഒളിച്ചു കടത്തൽ അവിടെ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്, 100% സ്പഷ്ടമാണത്. അവിടെയാണ് അതെന്തിന്, അതിൻ്റെ ആദ്യ ലക്ഷ്യം ആരായിരിക്കും? അത് മനസ്സിലാക്കി തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ അഗ്രസീവായിട്ട് കയറി ഈ കളി കളിച്ചത്. അവർക്ക് നിലനിന്നേ പറ്റുള്ളൂ. കാരണം അത്ര ചെറിയ സമൂഹമാണത്, അത്ര ചെറുത്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അവർക്കിത് ചെയ്തേ പറ്റുള്ളൂ. നിലനിൽപ്പിൻ്റെ വിഷയം വരുന്ന സമയത്ത് ഇവിടെ പലപ്പോഴും ഈ അന്താരാഷ്ട്ര മര്യാദകളും മനുഷ്യത്വവും മാനവികതയും ഒന്നും ഇവിടെ പ്രശ്നമല്ല. അത് ആരുടെ കാര്യത്തിലായാലും, ഒരു രാഷ്ട്രത്തിന്റെ കാര്യത്തിലായാലും അത് അങ്ങനെ തന്നെയാണ്. അമേരിക്ക ഇതിൻ്റെ അകത്ത് ഇടപെട്ടത് പ്രശ്നം എന്നുള്ള കാര്യം താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നുവരെ ഈ ആണവായുധമുള്ള ഇസ്രായേൽ ആണവായുധം എടുത്ത് പ്രയോഗിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. യോം കിപ്പൂർ വാർ തോൽക്കുന്നു എന്ന ഘട്ടം വന്നപ്പോൾ തീരുമാനിച്ചതാണ് ഗോൾഡ മേയർ. അന്ന് അമേരിക്ക വളരെ പെട്ടെന്ന് റിച്ചാർഡ് നിക്സൺ ഇടപെടുകയും ഈ ആയുധങ്ങളുടെ ഷോർട്ടേജ് പരിഹരിക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ അറ്റ കൈക്ക് അന്ന് ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചേനെ.
ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. നാളെ തോൽക്കുന്ന ഘട്ടം എന്നാൽ എടുത്ത് ഉപയോഗിക്കുക. അല്ലാതെ ഇസ്രായേൽ ഒരു കാലത്തും അണുബോംബ് വിടില്ല എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യോം കിപ്പൂർ വാറിൻ്റെ അകത്ത് ഇസ്രായേലിന് കുറേ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി, അവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് എപ്പോഴാണ് റിച്ചാർഡ് നിക്സണൊക്കെ അതിൻ്റെ അകത്ത് ഇടപെട്ടത്? ഈ ഇസ്രായേൽ കെയ്റോയ്ക്ക് 60 കിലോമീറ്റർ വരെ അടുത്തെത്തി കരയുദ്ധം വഴി. ആ 60 ഒടുവിൽ കെയ്റോ വീഴും എന്നുള്ളൊരവസ്ഥ വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു ഇസ്രായേലിന്. അത് വേറെ കാര്യം. സൂയസ് കനാൽ ക്രോസ് ചെയ്ത് അവരുടെ ടാങ്കുകളും കരസേനയും കെയ്റോയ്ക്ക് തൊട്ടടുത്ത് വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നിക്സണും കിസിഞ്ചറും ഒക്കെ ഇടപെട്ടത്. അതിനുശേഷമാണത്, അല്ലാതെ ആദ്യം മുതലല്ല. അവരുടെ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി. അങ്ങേ അറ്റം പ്രതിസന്ധിയിലായാൽ വേണമെങ്കിൽ ആണവായുധവും പ്രയോഗിക്കാം ഏത് രാഷ്ട്രത്തിനും. ഇസ്രായേൽ ഒരു പക്ഷേ യോം കിപ്പൂർ വാറിൽ വേറൊരു ഫെയ്റ്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഉപയോഗിച്ചാൽ. എന്തിനു പറയുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ പറഞ്ഞ വല്ല ഡെമോക്രാറ്റിക് സ്റ്റെബിലിറ്റി ഉള്ള രാഷ്ട്രമാണോ? അവർക്കൊണ്ട് അണുബോംബ് എടുത്തെവിടെയെങ്കിലും വിടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അല്ല, അതാ പറഞ്ഞേ. അതായത് ലോകത്തിനോട് ഉത്തരവാദിത്വമുള്ള, ലോക സമൂഹത്തിനോടും അങ്ങനെയുള്ള എത്തിക്സ് ഉള്ള രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഈ ആണവായുധം വരാൻ പാടുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, ഹിരോഷിമയ്ക്ക് ശേഷം ഈ ലോകത്ത് എത്രയോ യുദ്ധങ്ങളുണ്ടായി. ആണവായുധം ഉപയോഗിക്കാതിരുന്നില്ല. അമേരിക്ക ഇൻവോൾവ് ചെയ്ത യുദ്ധമുണ്ടായി, ഉപയോഗിച്ചിട്ടില്ല. കാരണം ആണവായുധം ഇരിക്കുന്നത് റെസ്പോൺസിബിൾ ഹാൻഡ്സിലാണ്. അതുകൊണ്ട് അതേസമയം ഈ പാകിസ്ഥാൻ്റെ ആണവായുധത്തിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇറാഖിൻ്റെയോ സിറിയയുടെയോ കയ്യിലുള്ള ആണവായുധങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആണവായുധത്തിനെ വിശ്വസിക്കാം. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആണവായുധത്തിനെ അവർക്ക് വിശ്വസിക്കാം. ഒരു റെസ്പോൺസിബിൾ ജനാധിപത്യമാണത്. അത് സമൂഹത്തിനോട് ഉത്തരവെന്താ. എന്നാൽ അവിടെയാണ് നമ്മളിത് ആരുടെ കയ്യിലതിരിക്കുന്നു, അവരുടെ സമീപനം എന്താണ്, ലോകത്തിനോടുള്ള ഉത്തരവാദിത്വം എന്താണ്, ഇതെല്ലാം നമ്മളിവിടെ മനസ്സിലാക്കണം. അവിടെയാണ് അതിന്റെ വിഷയം ഇരിക്കുന്നത്.